കേരളീയ വാസ്തുവിദ്യാ വിസ്മയമായ വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിൽ വിശ്വാസികൾക്കിടയിൽ ദക്ഷിണകാശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈക്കത്തപ്പന്റെ ഈ പുണ്യഭൂമിയിൽ ഐതിഹ്യവും ചരിത്രവും സാമൂഹിക നവോത്ഥാനവും അഭേദ്യമായി ലയിച്ചുചേരുന്നു. ത്രേതായുഗത്തിൽ കരാസുരൻ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന ശിവലിംഗങ്ങളിൽ ഒന്ന് പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പനെ വിശ്വാസപ്രകാരം പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും സന്ധ്യയിൽ പാർവതീസമേതനായും ആരാധിക്കുന്നു. വൃശ്ചിക മാസത്തിലെ പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി കേരളത്തിലെ വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. വൃത്താകൃതിയിലുള്ള കൂറ്റൻ ശ്രീകോവിലും ചെമ്പുതകിടുകൾ മേഞ്ഞ മേൽക്കൂരയും സ്വർണലേപിത ധ്വജസ്തംഭവും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും പുരാണകഥകളെ മനോഹരമായി ആവിഷ്കരിക്കുന്നു. ചേര പെരുമാൾ കാലഘട്ടത്തിൽ ആരാധനാ കേന്ദ്രമായി മാറിയ ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലത്താണ് പൂർണ്ണത കൈവരിച്ചത്. ഭാരതീയ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ജ്വലിക്കുന്ന അധ്യായം കൂടിയാണ് വൈക്കം. 1924 നടന്ന വൈക്കം സത്യാഗ്രഹമാണ് പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അടിത്തറ പാകിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ, സാംസ്കാരിക, വാസ്തുവിദ്യാ പൈതൃകമായി വൈക്കത്തെ മഹാദേവ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു.